ഹലോ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അച്ചിങ്ങ പയറും ചെമ്മീനും വെച്ചിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. ഞാനിവിടെ 1/2 കിലോ വലിയ ചെമ്മീൻ ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ചെമ്മീനാണ് ഉള്ളതെങ്കിൽ അത് അങ്ങനെ തന്നെ ചേർക്കാവുന്നതാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ഒരു മെഴുക്ക് പുരട്ടിയാണ്. ആദ്യം നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനു വേണ്ടി ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരു 200 ml വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ചെമ്മീനൊക്കെ പെട്ടെന്ന് വേവുന്നത് കാരണം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ഒരുപാട് സമയം വേവിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ചെമ്മീൻ വെന്ത് കിട്ടും. ഇപ്പം ചെമ്മീനും അച്ചിങ്ങാപ്പയറും ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മെഴുക്ക് പുരട്ടിയാക്കി എടുക്കണം. അതിനു വേണ്ടി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ചേർക്കുന്നത് കുറച്ച് തേങ്ങാക്കൊത്തുകൂടി ഇതിനൊപ്പം ചേർത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. തേങ്ങാക്കൊത്തൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ സവാളയ്ക്കൊപ്പം തന്നെ ഒരു 10 കുഞ്ഞുള്ളി ചതച്ചതുകൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലൊപ്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 5 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചതുകൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും കൂടി ഇതിനൊപ്പം ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ഈ മെഴുക്ക് പുരട്ടിക്ക് ഒരു കളർ കിട്ടുന്നതിന് വേണ്ടി ഒരു 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്ന അച്ചിങ്ങയുടെയും ചെമ്മീൻ്റെയും കൂട്ടുണ്ടല്ലോ, അതുകൂടി ഇതിനൊപ്പം ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിനെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. വെളിച്ചെണ്ണ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പം നമുക്കിതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഏകദേശം മെഴുക്ക് പുരട്ടി റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അച്ചിങ്ങയും ചെമ്മീനും ചേർത്തുള്ള മെഴുക്ക് പുരട്ടി തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.